نستعينه ونستغفر به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله من الشيطان الرجيم ومن أعرض عن ذكري فإن له معيشة ضنكا ونحشره يوم القيامة أعمى قال رب لم حشرتني أعمى وقد كنت بصيرا സത്യവിശ്വാസികളെ വിശ്വാസിനികളെ അല്ലാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിലുടനീളം പാലിച്ച് റബ്ബിൻ്റെ ഇഷ്ടദാസന്മാരാകുവാൻ പവിത്രമായ റമദാനിൻ്റെ ഒന്നാമത്തെ വെള്ളിയാഴ്ചയിൽ ജുമയിലാണ് നമ്മൾ ഒരുമിച്ച് ചേർന്നിരിക്കുന്നത്. അതുകൊണ്ട് ഏറെ സൂക്ഷ്മതയോടുകൂടി ഓരോ കർമ്മങ്ങളും ഇഖ്ലാസോടുകൂടി നിർവഹിക്കണമേ എന്ന് എന്നോടൊന്നപ്പോൾ നിങ്ങളോടും ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അല്ലാഹു റമദാനിലെ നമ്മൾ നിർവഹിക്കപ്പെടുന്ന സകല പുണ്യകർമ്മങ്ങളും നമ്മളെന്നും സ്വീകരിക്കുമാറാകട്ടെ. ഖുർആൻ അവതീർണമായി എന്നതാണ് റമദാനിൻ്റെ ഏറ്റവും വലിയ
പവിത്രതയും പ്രത്യേകതയും. ഇന്നിൻ്റെ ഒരു ചുറ്റുപാട് ഈ റമദാനിലെ വെള്ളിയാഴ്ചയിൽ നമ്മൾ ജുമയ്ക്ക് ഒരുമിച്ച് കൂടി നിൽക്കുന്ന ഈ ഒരു സമയം, 2 ആഴ്ചക്കാലമായി നമ്മൾ ഏറെ ഭയക്കുന്ന, പേടിപ്പെടുത്തുന്ന ഒട്ടനവധി വാർത്തകൾ നമ്മളെല്ലാവരും കേട്ട് കഴിഞ്ഞു. ആമറ കൊണ്ട് തലക്കടിച്ച് കൊന്ന വാർത്ത, 5 പേരെ കൊന്നതും താമരശ്ശേരിയിൽ ട്യൂഷൻ സെന്ററുമായി ബന്ധപ്പെട്ട് കുട്ടികളുടെ ഉണ്ടാകുന്ന ഒരു ചെറിയ പ്രശ്നം പോലും അത് കൊലപാതകത്തിൽ അവസാനിക്കുകയും കൂട്ടമായി ആക്രമിച്ചത് കൊണ്ട് അതിനു പേരിൽ കേസുണ്ടാവില്ല എന്ന് ആ കൊന്ന മക്കൾ തന്നെ പറയുന്ന അവരുടെ വാട്സപ്പ് വഴിയുള്ള സംസാരങ്ങളുമൊക്കെ ഇന്ന് പരസ്യമാണ്. അടിവാരത്ത് ക്യാൻസറായി കിടക്കുന്ന ഉമ്മയെ ലഹരി ബാധിച്ച് മറ്റൊരു രൂപത്തിലേക്കാകുമ്പോൾ സ്വന്തം മാതാപിതാക്കൾ പോലും ശത്രുക്കളാണെന്ന് തോന്നുകയും പുറകുന്നാരോ വിളിക്കുന്നുണ്ട് എന്നൊക്കെ തോന്നുകയും ഒരു ഭീതിജനകമായ അന്തരീക്ഷം ഉണ്ടാകുകയും ക്യാൻസറായി കിടക്കുന്ന മാതാവിനെ എഴുന്നേൽക്കാൻ കഴിയാതെ ബെഡിൽ കിടക്കുന്ന ഉമ്മയെ അയൽപ്പക്കത്ത് നിന്ന് കത്തി വാങ്ങിക്കൊണ്ടുവന്നു കൊലപ്പെടുത്തിയതും നമ്മൾ കേട്ട വാർത്തയാണല്ലോ. ഈ റമദാന്റെ ആദ്യ വെള്ളിയാഴ്ച ഇങ്ങനെയുള്ള ഒരുപാട് വാർത്തയുടെ നടന്ന സംഭവങ്ങൾ അങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം. ഇവിടെയാണ് ഇതിനേക്കാൾ മോശമായ ഒരു ജനപദം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലത്ത് അന്ന് ലഹരിയുടെ ആധിക്യം കൊണ്ട് അന്ന് അവർ പാടിയ പാട്ട് കള്ളും പെണ്ണും കൊലപാതകവും ഒന്നുമില്ലാതെ നിൽക്കാൻ കഴിയാത്ത ഒരു ഒട്ടകം ബോർഡർ മാറി തന്റെ അതിർത്തി മാറി അപ്പുറത്ത് തല നീട്ടി വെള്ളം കുടിച്ചതിന്റെ പേരിൽ പോലും ആ പോര് നൂറ്റാണ്ടുകൾ നീണ്ടു നിൽക്കുമാർ പ്രശ്നങ്ങൾ ഉണ്ടായ, എന്തിനും ഏതിനും വാളുഴുന്ന വ്യഭിചാരവും മദ്യവും ഒഴുകിയ, ഞാൻ മരിച്ചാൽ മുന്തിരിവള്ളിയുടെ ചോട്ടിൽ എന്നെ കുടിച്ചു മൂടണം, എനിക്ക് എന്റെ എല്ലുകൾക്ക് ആ ലഹരിയുടെ വീര്യം കിട്ടുമല്ലോ എന്ന് പാടിയ ഇങ്ങനെയുള്ള ഒരു ജനപദം, അവിടേക്ക് ഈ വിശുദ്ധ ഖുർആൻ വല്ലദീ ബഅസ ഫിൽ ഉമ്മീന റസൂലൻ മിൻഹും, അവർ തന്നെ നിരക്ഷരനായ ഒരു പ്രവാചകൻ, അക്ഷരജ്ഞാനമില്ലാത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, എഴുതുകയും വായിക്കുകയും ജീവിതത്തിൽ ചെയ്യാത്ത മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഈ വിശുദ്ധ ഖുർആൻ അവതരിച്ച മാസമായ റമദാൻ. അങ്ങനെ യത്ലു അലൈഹിം ആയാതി, ഈ ഖുർആന്റെ ആയത്ത് അവർക്ക് ഓതി കേൾപ്പിക്കപ്പെട്ടു, അവർക്കത് പറഞ്ഞു കൊടുത്തു, വിശദീകരിച്ചു കൊടുത്തു. വയുസക്കീഹിം വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ,
അവർ കിതാബും ഹിക്മത്തും പഠിപ്പിച്ചു കൊടുത്തു. അവർ വ്യക്തമായ വഴികേടിലായിരുന്നു. വ്യക്തമായ വഴികേട് ഇന്നിന്റെ കാലത്തുള്ളതിനേക്കാളേറെ ഈ പറഞ്ഞ ആക്രമണവും പ്രശ്നമുള്ള വഴികേട്. ഭാര്യ വീട്ടിൽ നിന്ന് ഭർത്താവ് പോയിട്ട് തിരിച്ച് വരുന്ന സമയത്ത്, നമ്മളൊക്കെ മുമ്പൊക്കെ മലപ്പുറം ജില്ലയിലെ ജാതി മത ഭേദമന്യുള്ള എല്ലാവരുടെ കയ്യിലും അരയിലും ഒരു കത്തിണ്ടായിരുന്നു പഴയ കാലത്ത്. അവർക്ക് എല്ലാവരുടെ കയ്യിലും ഒരു വാളുണ്ടാവും. ആ വാള് വൈകുന്നേരം ഭാര്യ വരുമ്പോ ഊരി നോക്കുകയാണ്, വാള് കുറേന്ന് ഊരി നോക്കുക. എന്നിട്ട് അതിമൽ രക്തമൊന്നും കണ്ടിട്ടില്ലെങ്കിൽ ഭാര്യ ഭർത്താവിന് ചീത്ത അറിയാം. ഒരാളെ പോലും കൊല്ലാതെ ശരിയാക്കാതെ എന്തിനാണ് പോകുന്നത് എന്ന് ചോദിക്കുന്നവർ, അത്രക്ക് മോശമായവർ, അവർക്കാണ് ഈ ഖുർആൻ ഓതി കൊടുത്തത്. അതുകൊണ്ട് അവരെങ്ങനെ നന്നായോ, ഇന്നിന്റെ ഈ ആക്രമണ പ്രശ്നങ്ങൾക്ക്, ലഹരിയുടെ വിപത്തില്, മറ്റു വൃത്തികേടുകൾക്ക് പരിഹാരം ഈ ഖുർആനിലേക്ക് ജനങ്ങൾ മടങ്ങലാണ്. ഈ ഖുർആനിലേക്ക് വരലാണ്. ജാതി മത ഭേദമന്യേ വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നതും ഖുർആൻ ഇറങ്ങിയത് റമദാൻ മാസത്തിലാണ്. ആ റമദാൻ മാസത്തിൽ ഇറങ്ങിയ ഖുർആൻ സത്യാസത്യ വിവേചന ഗ്രന്ഥമായി ഖുർആൻ സകല മനുഷ്യർക്കുമുള്ളതാണ്. ഖുർആൻ മുസ്ലിങ്ങൾക്ക് മാത്രമുള്ളതല്ല, ലോകത്തുള്ള എല്ലാവർക്കുമുള്ളതാണ്. ലോകത്ത് മൊത്തം പ്രശ്നം അവസാനിക്കണോ, അക്രമങ്ങളും ലഹരിയും മറ്റ് എല്ലാവിധ വൃത്തികേടുകളും മാറണോ, ഖുർആൻ ലോകർ പഠിക്കണം. ലോകരെല്ലാരും ഖുർആൻ മനസ്സിലാക്കണം. അവിടെ പരിവർത്തനമുണ്ടാകും, അവിടെ മാറ്റം സാധ്യമാണ് എന്ന് ഇന്നിന്റെ കാലത്തേക്കാൾ അതപ്പതിച്ച എല്ലാവിധ വൃത്തികളിലും നടന്നീങ്ങിയ ആ ജനങ്ങൾ ഒന്നാകെ മാറി, അത് ചരിത്രത്തിൽ തുല്യതയില്ലാതെ നിൽക്കുന്ന ആ ഒരു ഡാർക്ക് ഏജ് യുഗത്തിൽ നിന്ന് അവരെ സമുദ്ധരിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ അതേപോലെ മാറാനുള്ള ഏക വഴി ഈ ഖുർആൻ ലോകത്തുള്ള എല്ലാവരും മനസ്സിലാക്കുക എന്നതാണ്. എന്നാൽ മുസ്ലിങ്ങൾ തന്നെ ഈ ഖുർആന്റെ ഒരു പരിഭാഷ ഇതര സമുദായങ്ങൾക്ക് കൊടുത്തുപോയാൽ അത് കണ്ണു പൊട്ടിപ്പോകുമോ എന്നിവരെ ഭയക്കുന്നവരുണ്ട്. ഖുർആൻ എതിർത്ത പലരും, ഖുർആൻ കത്തിച്ച പലരും, ഖുർആനെ പറ്റി വിമർശിച്ച പലരും ഈ ഖുർആന്റെ പരിഭാഷ മലയാളത്തിലും ഇംഗ്ലീഷിലും ഫ്രഞ്ചിലും മറ്റൊട്ടനവധി ഭാഷയിലുമുള്ള ആ പരിഭാഷ വായിച്ച് ഇതിനെതിർത്തവർ, കത്തിച്ചവർ, അവരത് ഈ ഖുർആൻ ഉൾക്കൊള്ളുകയും ഇസ്ലാം സ്വീകരിക്കുകയും കഴിഞ്ഞുപോയെ കുറിച്ച് ഖേദിക്കുകയും കരയും ചെയ്യുന്ന ന്യൂസുകളും നമ്മൾ ഒട്ടനവധി കണ്ടവരാണ്. അതേ, ഖുർആൻ വിമർശിച്ചവർ ഖുർആൻ പഠിച്ചപ്പോൾ എന്തിനേറെ കേരള നേതൃത്വത്തിൽ മുജാഹിദീന്റെ സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്ന മർഹൂം ഡോക്ടർ ഉസ്മാൻ സാഹിബ്, അദ്ദേഹം എത്തിസ്റ്റ് ആയിരുന്നു, ഖുർആൻ വിമർശിച്ചവനായിരുന്നു. അങ്ങനെ ഖുർആനെ വിമർശിച്ച് ഖുർആൻ ഒന്ന് വായിച്ച് അത് പഠിച്ചപ്പോഴതാ ആരായി അദ്ദേഹം കേരള നേതൃത്വ സംസ്ഥാന പ്രസിഡന്റ് ആകാൻ. അതെ, ഇന്നും യൂട്യൂബിൽ അടിച്ചു നോക്കിയാൽ പാലക്കാട് കോട്ട മൈതാനിൽ ഡിസംബർ 6 ബാബരി മസ്ജിദ് തകർന്ന ആ സമയത്തുള്ള പ്രസംഗം, അദ്ദേഹം നിങ്ങളോട് എനിക്ക് മുഖ്യമായി പറയാനുള്ളത് വിശുദ്ധ ഖുർആൻ പഠിക്കണമെന്നും ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഏകനായ റബ്ബല്ലാതെ മറ്റൊരു ആരാധ്യനില്ല എന്നും ആ സന്ദേശത്തിലേക്ക്, ആ സന്ദേശമാണ് യഥാർത്ഥ സന്ദേശമെന്ന് അന്ന് അവിടെ കൂടിയ ജനപദത്തെ ഒന്നാകെ മാറി വന്ന് പ്രസിഡന്റായി ഉസ്മാൻ ഡോക്ടർ സംസാരിക്കുകയാണ്. അതെ,
ഖുർആൻ പഠിക്കുമ്പോൾ, അതിനുള്ളിലേക്ക് വരുമ്പോൾ ആളുകൾക്കുണ്ടാകുന്ന പരിവർത്തനം പറഞ്ഞറിയിക്കാനാവാത്തതാണ്. അതുകൊണ്ട് ഹുദല്ലിന്നാസ്, സകല മനുഷ്യർക്കുമാണ് ഖുർആൻ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നതും മുസ്ലിങ്ങളെ മാത്രം നബി എന്നല്ല, ലോകർക്ക് മൊത്തമുള്ള പ്രവാചകൻ എന്നാണ്. വമാ അർസൽനാ റഹ്മത്തൻ ലിൽ ആലമീൻ, ലോകർക്ക് മുഴുവനായിക്കൊണ്ടാണ് താങ്കളെ നാം നിയോഗിക്കുന്നത്. പൂർവ്വവേദങ്ങളെ സത്യപ്പെടുത്തിക്കൊണ്ടാണ് വിശുദ്ധ ഖുർആന്റെ വരവ്. അതെ, പൂർവ്വവേദങ്ങളൊക്കെ തൗറാത്തിലെയും ഇഞ്ചീലിലെയും സബൂറിനെയും മറ്റ് ഇതര വേദങ്ങളെയും ഒക്കെ സത്യപ്പെടുത്തിക്കൊണ്ട് വേദഗ്രന്ഥങ്ങളുടെ അവസാനത്തെ എഡിഷനായി മാലോകർക്ക് മൊത്തമായി അവതരിച്ച ഈ ഖുർആൻ, അതാണ് എന്നിന്റെ പ്രശ്നത്തിനും പരിഹാരം. ഇനി ഈ വിശുദ്ധ ഖുർആൻ പഠിക്കാതെ പോയാൽ, ഈ ഖുർആൻ കേവലം എന്റെ കുട്ടി 30 ജ്യൂസ് ഓതി തീർന്നു എന്ന് പറഞ്ഞാൽ ഖുർആൻ പഠിക്കലായില്ല. ഖുർആന്റെ ഓരോ അർഫോദിയാലും പ്രതിഫലമുണ്ട്. ഒരു ഡോക്ടർ നമ്മളെ രോഗം പരിശോധിച്ച് ഒരു മരുന്നെഴുതി ആ മരുന്നിന്റെ ചീട്ടെടുത്ത് വായിച്ചാൽ നമ്മുടെ രോഗം മാറില്ല. ആ മരുന്ന് കഴിക്കണം. ഖുർആൻ ഓതിയാൽ പ്രതിഫലമുണ്ട്. എന്നാൽ ഇതിന്റെ അന്തസത്ത ഉൾക്കൊണ്ടുകൊണ്ട് പഠിക്കാതിരുന്നാൽ ഇവിടെ ആക്രമണങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമെന്ന് മാത്രമല്ല, സ്വസ്ഥതയുണ്ടാകില്ല, ഇടുക്കമുള്ള ഒരു ജീവിതമാണ് ഉണ്ടാകുക എന്ന് വിശുദ്ധ ഖുർആൻ സൂറത്ത് ത്വാഹയിലെ 124-ാമത്തെ ആയത്തിലൂടെ നമ്മൾ പഠിപ്പിക്കുകയാണ്. അതെ, വമൻ ആവാൻദിക്രി, എന്റെ ഉത്ബോധനം. ഈ വിശുദ്ധ ഖുർആൻ പഠിക്കാത്ത ജാതിമത ഭേദമന്യുള്ള ആരായാലും അവർക്ക് ഇടുങ്ങിയ കുടുസായ ഒരു സ്വസ്ഥതയില്ലാത്ത സമാധാനമില്ലാത്ത ഒരു ജീവിതമായിരിക്കും അവർക്ക് ദുനിയാവിലുണ്ടാകുക. അതെ, നമ്മളൊന്ന് എന്താണ് വിശേഷം, എന്താണ് വർത്തമാനം, കൈഫൽ ഹാൽ എന്ന് ചോദിച്ചാൽ ഉള്ളു തുറന്നു പറഞ്ഞാൽ മിക്കവർക്കും പറയാനുള്ളത് ഒരു സമാധാനമില്ല, ഒരു സ്വസ്ഥതയില്ല, അങ്ങനെ പോണ് എന്നൊക്കെയുള്ള വർത്തമാനമാണ് മിക്ക ആളുകൾക്കും പറയാനുള്ളത്. ഖുർആൻ പഠിക്കാത്തവർക്ക് അങ്ങനെ പറയാൻ കഴിയും. എത്ര സമ്പത്തും സൗകര്യവും സമൃദ്ധിയും എല്ലാം ഉണ്ടായാലും ഇടുക്കവും ഞെരുക്കവും അനുഭവപ്പെടും. ആ ഇടുക്കവും ഞെരുക്കവും അനുഭവപ്പെടുമ്പോഴാണ് ആളുകൾ സമാധാനം അന്വേഷിച്ച് ലഹരിയിലേക്ക് പോകുന്നത്. എന്തിനേറെ ഒരു സിഗരറ്റ് വലിക്കുന്ന ഒരാളോട് എന്തങ്ങനെ കൂടി എന്തൊരു വലിയാന്ന് ചോദിച്ചാൽ ടെൻഷനാണ്. അടോ, അതിനൊരു സമാധാനം ഈ സിഗരറ്റിലൂടെ കിട്ടുമെന്ന് അയാൾ കരുതുകയാണ്. അതെ, അങ്ങനെ ഏത് ലഹരി എടുത്താലും അതൊക്കെ എല്ലാം ഒന്ന് മറക്കാനാണ് ഞാൻ മദ്യം കഴിക്കുന്നത്. അതെ, ഒരു സമാധാനം കിട്ടാനാണ് ഞാൻ MDMA അടിക്കുന്നത് എന്ന് പറയുന്നവരാണ് അവരോട് സംസാരിക്കും മിക്കവരും. ഒരു സ്വസ്ഥതയില്ല. ഇനി മറ്റൊരു ഈ സ്വസ്ഥത കിട്ടാൻ വേണ്ടി, ഈ ദുഃഖം മാറാൻ വേണ്ടി, സമാധാനത്തിന് വേണ്ടി ആളുകള് ഓരോ തീർത്ഥാടന കേന്ദ്രത്തിലേക്ക് പോയൊക്കെ ഏർവാടിയിലും അജ്മീറിലും നാഗൂറിലും വനമ്പത്തും മുത്തുപേട്ടയും കാഞ്ഞിരമുറ്റത്തും സിയമക്കാമിലും ഭീമാപ്പള്ളിയിലും എന്ന് വേണ്ട ഓരോ അപ്പവാണി യോഗത്തിലേക്കും ഓരോ സ്ഥലത്തേക്കും പോണ എന്തിനാന്ന് ചോദിച്ചാൽ അതൊക്കെ ഒരു സ്വസ്ഥത കിട്ടണം. കോട്ടയിലേക്കും മറ്റ് ധ്യാന കേന്ദ്രത്തിലേക്കും ജാതിമത ഭേദമന്യേ എല്ലായിടത്തേക്കും പോണത് എന്തിന്? ശാന്തി ലഭിക്കാൻ, സമാധാനം ലഭിക്കാൻ എന്നാണ് പറയുന്നത്. എന്നാൽ ഖുർആൻ, ഈ പവിത്രമായ റമദാനിൽ ഇറങ്ങിയ വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കാണ്, ഇതാ ശാന്തി ഇവിടെ ഒന്നും ലഭിക്കൂല, ഇടുക്കമുണ്ടാകും ഖുർആൻ പഠിക്കാൻ ആർക്കും. മാത്രവുമല്ല അവർക്ക് ഇവിടെ ഇടുക്കമുണ്ടാകും. ഈ ഉത്ബോധനം പഠിക്കാത്തവർ, എന്റെ ഉത്ബോധനം ഉൾക്കൊള്ളാത്തവന് ഇടുങ്ങിയ ജീവിതം ഉണ്ടാകുകയും പരലോകത്തിലാകട്ടെ അന്ധന്മാരായി, കണ്ണ് കാണാത്തവരായി ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുകയും ചെയ്യും അവരെ. അതേ സഹോദരങ്ങളെ, അതേ സഹോദരിമാരെ,
ജാതിമത ഭേദമന്യേയുള്ള ആളുകളെ, ഈ ഖുർആൻ പഠിക്കാത്തവരെ നാളെ പരലോകത്ത് ഉയർത്തെഴുന്നേൽപ്പിക്കുമ്പോൾ കണ്ണ് കാണാത്തവരായിരിക്കുമെന്ന് ഖുർആൻ നമ്മളെ പഠിപ്പിക്കുകയാണ്. അള്ളാന്റെ ഉത്ബോധനം കേൾക്കാഞ്ഞാൽ, പഠിക്കാഞ്ഞാൽ ഇവിടെ ഇടുക്കവും ഞെരുക്കവും ഉണ്ടാകുകയും പരലോകത്ത് കണ്ണ് കാണാത്ത രീതിയിൽ അവർ ഒരുമിച്ച് കൂട്ടുമ്പോൾ അള്ളാഹുവോട് അവർ ആ ഉയർത്തേണ്ട നാളിൽ അന്ധന്മാരായി എഴുന്നേൽക്കുമ്പോൾ ചോദിക്കുകയാണ്, കാല റബ്ബി ലിമ ഹശർതനി അഅ്മ വഖദ് കുൻതു ബസീറാ. അല്ലാഹുവേ, ദുനിയാവിൽ നല്ല കാഴ്ചയുള്ളവരായിരുന്നില്ല ഞങ്ങൾ, എങ്ങനെയാണ് അല്ലാഹുവേ ഈ ഗതികേട് ഞങ്ങൾക്ക് വന്നത് എന്ന് അന്ധന്മാരായി ഖുർആൻ പഠിക്കാത്ത ആളുകൾ ഒരുമിച്ച് കൊണ്ടുമ്പോൾ ചോദിക്കുമ്പോൾ, അതെ ഞങ്ങൾക്ക് എങ്ങനെ റബ്ബേ, കാല റബ്ബി ലിമാ ഹശർതനി അഅ്മ വഖദ് കുൻതു ബസീറാ, ദുനിയാവിൽ കാഴ്ച ഉണ്ടായിരുന്നില്ല അല്ലാഹ്, എങ്ങനെ ഈ ഗതികേട് വന്നു? അവിടെ അവർ പറയുന്ന മറുപടി, ഈ ഗതികേട് എങ്ങനെ വന്നു എന്ന് അവർ ചോദിക്കുമ്പോൾ അള്ളാഹു പറയുന്ന മറുപടി, കാല അത്തത്തുകായാത്ത്, എന്റെ ആയത്ത്, എന്റെ ഖുർആൻ അവിടെ ഉണ്ടായിരുന്നു, അത് നിങ്ങൾ അവഗണിച്ചു, മറന്നു കളഞ്ഞു, ആ ഖുർആൻ പഠിച്ചില്ല. അതുകൊണ്ട് ഞാനിതാ ഇന്ന് നിങ്ങളെയും മറന്നിരിക്കുന്നു, അവഗണിച്ചിരിക്കുന്നു. നാളെ പരലോകത്തുനിന്ന് അള്ളാഹു നമ്മോട് പറയുമെന്ന് വിശുദ്ധ ഖുർആൻ സൂറത്ത് ത്വാഹയിലെ 124, 125, 126 ആയത്തിലൂടെ നമ്മൾ പഠിപ്പിക്കുകയാണ്. ഗൗരവമാണ് കാര്യം. അതുകൊണ്ട് പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം വിശുദ്ധ ഖുർആൻ പഠിക്കണം. ഈ ഖുർആൻ ഓതിക്കൊടുത്തപ്പോഴാണ് മക്കയിൽ പ്രശ്നമുണ്ടായത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഖുർആൻ, എന്തോ ഒരു ഖുർആൻ അവിടെ ഉണ്ട്, അത് കേൾക്കരുത് എന്നാണ് അന്ന് ആ ജനങ്ങൾ പറഞ്ഞത്. അങ്ങനെയാണ് ഊരുവരക്ക് ഉണ്ടാകുന്നത്, അങ്ങനെയാണ് ബഹിഷ്കരണം ഉണ്ടാകുന്നത്, അങ്ങനെയാണ് നബിയെയും സഹാബത്തിനെയും അവർക്ക് വിലക്കുണ്ടാക്കി ശൈബ് അബീ താലിബിന്റെ ആ ഒരു താഴ്വരയിലും അതേപോലെ ഊരുവിലക്കോടുകൂടി ഭക്ഷണം പോലും കിട്ടാത്ത അവസ്ഥ വന്ന് ഇലകൾ പറിച്ച് ഭക്ഷിച്ച് അന്ന് വെള്ളം കുടിക്കാൻ ഉപയോഗിച്ച തോൽപാത്രം വരെ വിശപ്പിന്റെ കാടിൽ കൊണ്ട് തിന്നു തീർത്ത് ആട് കാഷ്ടിക്കും പോലെ പച്ച കാഷ്ടം കാഷ്ടിച്ചതൊക്കെ ഈ ഖുർആൻ ജനങ്ങളോട് പറഞ്ഞപ്പോഴായിരുന്നു. നമ്മളൊക്കെ ഇപ്പോ നോമ്പൊക്കെ നോറ്റ് തറാവിയൊക്കെ നിസ്കരിച്ച് അല്പം ഖുർആൻ ഓതി ദിക്റൊക്കെ ചൊല്ലി സക്കാത്ത് കൊടുത്തു ആയി, നമ്മളൊക്കെ റെഡിയായി എന്നാ നമ്മളെ ധാരണ. അങ്ങനെയെങ്ങാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും അങ്ങനെ ഇരുന്നെങ്കിൽ, ദിക്ർ ചൊല്ലി ഖുർആൻ ഓതി നമസ്കരിച്ച് അങ്ങനെ ഇരുന്നെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? അതിനു പകരം ഉക്കാള ചന്തയിലെ കല്ലിൽ കയറി വന്നുകൊണ്ട് റസൂലുള്ളാഹി ഖുർആൻ ഓതുന്നു. ഓരോ ചാൻസിലും ഇത് പറഞ്ഞു കൊടുക്കുന്നു. അങ്ങനെ ആ എതിർത്തവർ ത്വായിഫിൽ നിന്നൊക്കെ ഏറ് കിട്ടി, മുട്ടുംകാലിനും നെറ്റിന്നും രക്തമൊഴുകി. അങ്ങനെ ഈ മലയുടെ ഇടയിലേക്ക് ആ തായിഫുകാരെ കുടുംബക്കാരായ ആളുകൾ അവരെ അങ്ങോട്ട് മല രണ്ടിന്റെയും ഇടയിലേക്ക് അമർത്തട്ടെ, താഴ്ത്തിക്കളട്ടെ എന്ന് ചോദിച്ച ചോദ്യം വരെ അള്ളാഹുവിന്റെ പക്കന്ന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ചോദിക്കുമ്പോൾ വരെ ഇത്രയൊക്കെ കഷ്ടപ്പെട്ടിട്ടും റസൂലുള്ളാഹി അവരിൽ ആരെങ്കിലും പിന്നീടെങ്കിലും ഖുർആൻ കേട്ട് ഹിദായത്ത് കിട്ടുമല്ലോ എന്നോർത്തുകൊണ്ട് റസൂലുള്ളാഹി പ്രാർത്ഥിക്കുന്നു, അല്ലാഹുമ്മ വഗ്ഫിർ ലിഖൗമി വഇന്നകും ലാ യഅലമൂൻ. അല്ലാഹുവേ, അവർക്ക് പുറത്തു കൊടുക്കണേ, അറിവില്ലാത്തത് കൊണ്ടാണ് അവർ ചെയ്യുന്നത് എന്ന് പ്രാർത്ഥിച്ച മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് കേട്ട് പഠിച്ച് അങ്ങനെ മക്കയിൽ ഈ ഏറും പ്രശ്നങ്ങളും ഉണ്ടായി. അവസാനം നാട് വിട്ടു പോകേണ്ട, മക്ക വിട്ടു പോകേണ്ട അവസ്ഥ വന്നു. അതുകൊണ്ട് നമ്മളൊക്കെ നോമ്പ് മാത്രം പോരാ, തറാവീഹ് മാത്രം പോരാ, ഇത് ഇന്നിന്റെ ഈ ആക്രമണങ്ങളും പ്രശ്നങ്ങളും കൊലപാതകങ്ങളും നടക്കുമ്പോൾ അവിടെ ഓരോരുത്തരിലേക്ക് ഈ ഖുർആൻ എത്താനുള്ള വഴി അതുകൂടി നമ്മൾ സ്വീകരിക്കേണ്ടതുണ്ട്. എത്തിച്ചു കൊടുക്കേണ്ട ഡ്യൂട്ടി കൂടി നമുക്കുണ്ടാകുമ്പോഴാണ് നമ്മുടെ ദൗത്യ പൂർത്തീകരണം വരിക. ബദർ യുദ്ധം നടന്നത്
റമദാനിൽ നോമ്പ് നോറ്റുകൊണ്ടാണ്. അതെ, നോമ്പ് നോറ്റുകൊണ്ട് അള്ളാഹുമായിട്ട് യുദ്ധം ചെയ്ത് ആ നിലക്ക് മുന്നോട്ട് പോയെങ്കിൽ നമ്മളൊക്കെ എന്തോ ത്യാഗം ചെയ്ത മാതിരി. നമ്മളൊന്ന് തറാവി നിസ്കരിച്ചപ്പോഴേക്ക് ഒന്ന് ശരിയായി എന്ന് തോന്നി അല്ലേ? മതിയോ സഹോദരങ്ങളെ, മതിയോ സഹോദരിമാരെ? അതുകൊണ്ട് നമ്മളെ ഡ്യൂട്ടി നമ്മൾ നിർവഹിക്കണം. ഈ ഖുർആൻ പഠിക്കണം. ഇത് പഠിക്കുകയും ഇതൊക്കെ പഠിച്ചാൽ നിങ്ങൾ അർത്ഥം വെച്ചാൽ തെറ്റിപ്പോകും. അതെ, അതുകൊണ്ട് ഞങ്ങൾ പഠിച്ചോളാം, ആവശ്യമാകുമ്പോൾ ഞങ്ങൾ പറഞ്ഞുതരാം എന്ന് പറയുന്ന ഉസ്താദുമാർ നോക്കൂ. നിങ്ങൾ ഖുർആന്റെ അർത്ഥമൊന്നും പഠിക്കണ്ട, ഈ ഖുർആൻ നിങ്ങൾ ഓതിയാലല്ല തെറ്റിപ്പോവും, അതുകൊണ്ട് അങ്ങനെ ഓതണ്ട. എന്നാൽ ഇതിനൊക്കെ റസൂൽ പറഞ്ഞു തന്ന ഉദാഹരണം എന്താ? ഒരാൾക്ക് ഖുർആൻ ഓതാൻ അറിയാത്ത ഒരാള് അത് തപ്പിത്തടഞ്ഞ് ഓതുകയാണ്. നേരെ ഒരു ആഫിദായ ആള് ഖുർആൻ ഓതുന്നേക്കാൾ, നല്ലതുപോലെ ഖുർആൻ ഓതാൻ കഴിയുന്ന ഒരാളേക്കാൾ ഇരട്ടി കൂലിയാണ് തപ്പിത്തടഞ്ഞ് ഓതുന്നവനെന്ന് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു പഠിപ്പിച്ചതാണ്. അതുകൊണ്ട് ഈ ഖുർആൻ ഓതിയാൽ, ഈ ഖുർആന്റെ അർത്ഥം പഠിച്ചാൽ തെറ്റിപ്പോകല്ല, നന്നാവുകയാണ് ചെയ്യണത്. എത്രയോ ആളുകൾ വിമർശിച്ചവർ നന്നായി ഈ ഇസ്ലാം സ്വീകരിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് ഈ റമദാനിൽ ഖുർആൻ ഇറങ്ങിയ മാസത്തിൽ ഇത് പഠിക്കാൻ, ഇത് വലിയ വലുവായ ഒരായത്താണ് പഠിച്ചെങ്കിൽ അത് എത്തിച്ചു കൊടുക്കാൻ നമുക്ക് സാധ്യമാകണം. യാ അഹ്ലൽ കിതാബ്, വേദക്കാരെ, ഖുർആനിൽ നമ്മൾ ഓതുകയാണ് സൂറത്ത് ആൽ ഇംറാൻ 3-ാമത്തെ അധ്യായം. യാ അഹ്ലൽ കിതാബ്, വേദക്കാരെ. വേദക്കാരെന്നതാരാ? ജൂതന്മാരും ക്രിസ്തീയ സഹോദരങ്ങളുമാണ്. അവരെ വിളിക്കാൻ താലോ, നമ്മുടെ ഇവിടെ പള്ളി നോദിട്ടോ വീട്ടിൽ നോദിട്ടോ അവര് വരുമോ? അവരത്തേക്ക് ഇറങ്ങിച്ചെല്ലണം. ഖുർആൻ പറയണ താലോ, നിങ്ങൾ വരുവീൻ, സവായിൻ ബൈനനാ വബൈനക്കും, നിങ്ങൾക്കും നമ്മൾക്കും അഭിപ്രായ വ്യത്യാസമില്ലാത്ത ഒന്നിലേക്ക് വരുവീൻ. അല്ലാ നഅബുദു ഇല്ലല്ലാഹ്, ഏകനായ റബ്ബല്ലാതെ മറ്റൊരു ആരാധ്യനില്ല എന്നതിലേക്ക്, ആ സത്യത്തിലേക്ക് വരുവീൻ എന്ന് അവരെ വിളിക്കാൻ ഖുർആൻ നമ്മോട് ആവശ്യപ്പെടുന്നു. അതുകൊണ്ട് ഈ ഖുർആൻ ഈ പരിശുദ്ധ റമദാനിൽ ഇതിറങ്ങിയ മാസത്തിൽ ലോകർക്ക് മൊത്തമുള്ള ആ ഖുർആൻ അത് പഠിച്ച് അത് പറഞ്ഞു കൊടുക്കേണ്ട ഉത്തരവാദിത്വം എല്ലാവരുടേതുമാണ്. അതെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തുനിന്ന് ഖുർആൻ കേട്ട എല്ലാ സഹാബത്തും ഈ ഡ്യൂട്ടി നിർവഹിച്ചവരാണ്. അതുകൊണ്ട് ഹാജറുള്ളവൻ ഇല്ലാത്തവന് എത്തിച്ചു കൊടുക്കേണ്ടുന്ന ദൗത്യം നിർവഹിക്കുവാൻ നമ്മൾ ഓരോരുത്തരും ഈ ജുമാക്ക് തന്നെ, റമദാനിലെ ഈ ജുമാക്ക് തന്നെ തയ്യാറാവേണ്ടതുണ്ട്. അതെ, അങ്ങനത്തെ ഒരു പഠനം നടത്താനും ഇന്നിന്റെ അക്രമങ്ങൾ അവസാനിക്കാനുള്ള വഴി ഇതാണെന്ന് ജനങ്ങളോട് ചെന്ന് പറഞ്ഞു കൊടുക്കാനും നമുക്ക് കഴിയേണ്ടതുണ്ട്. അല്ലാഹു വിശുദ്ധ ഖുർആൻ അതിന്റെ ആഴത്തിൽ പഠിച്ച് അത് ജീവിതത്തിൽ പകർത്തി മറ്റൊരു പകർന്ന് അങ്ങനെ അള്ളാഹിന്റെ ഇഷ്ടദാസന്മാരാകുവാൻ നമുക്കും കുടുംബത്തിനും തൗഫീഖ് നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. اللهم صل على محمد وعلى آل محمد. أيها الناس اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ഒരിക്കൽ കൂടി അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിലുടനീളം പാലിക്കണമേ എന്ന് എന്നോട് നമ്മൾ നിങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്. പരിശുദ്ധ റമദാനിൽ നമ്മൾ പഠനത്തിലൂടെ ജീവിക്കുന്ന സാക്ഷികളാകാൻ കഴിയേണ്ടതുണ്ട്. ഇസ്ലാമിലെ കർമ്മരൂപത്തിൽ ചെയ്യേണ്ടുന്ന പ്രവർത്തനങ്ങൾ, നമസ്കാരം, സക്കാത്ത്, നോമ്പ്, ഹജ്ജ്, ഇതൊക്കെ നമ്മൾ കർമ്മരൂപത്തിൽ ചെയ്യുകയാണ്. ഈ കൂട്ടത്തിലാണ് ഒന്നാമതായി ഷഹാദത്ത് കലിമ വേണ്ടിയത്. എന്ന് പറഞ്ഞാൽ നമ്മൾ ജീവിക്കുന്ന സാക്ഷിയാകണം. അഷ്ഹദു, ഞാൻ സാക്ഷിയാണ്, എൻ്റെ ജീവിതം സാക്ഷിയാണ്. അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്,
ആരാധനക്കാരൻ അല്ലാതെ മറ്റൊരാളില്ല എന്നതിന് എന്റെ ജീവിതം സാക്ഷിയാണ് എന്നാണ് നമ്മൾ ആദ്യം പ്രഖ്യാപിക്കുന്നത്. വഅശ്ഹദു, വീണ്ടും ഞാൻ സാക്ഷിയാണ്, അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂലാണ് എന്നതിനും ഞാൻ സാക്ഷിയാണ് എന്ന് മനസ്സിൽ ഉറപ്പിച്ച് നാവ് കൊണ്ട് വെളിവാക്കി പറയണം എന്നാണ് നമ്മൾ പഠിച്ചത്. അതെ, ഒരാള് ഇസ്ലാമിലേക്ക് വരുമ്പോൾ ഈ ശാസ്ത്രീയ വെച്ചതോടുകൂടിയാണ്, ഈ ജീവിക്കുന്ന സാക്ഷിയാകാൻ ഞാൻ സന്നദ്ധനാണ് എന്ന് പറയുന്നതോടുകൂടിയാണ് ഒരാൾ മുസ്ലിം ആകുന്നത്. നമ്മളൊക്കെ മാതാപിതാക്കൾ മുസ്ലിങ്ങളായതുകൊണ്ട് ഇത് ചൊല്ലേണ്ടതില്ല. അത് എല്ലാ മക്കളും കുല്ല മൗലൂദും യൂലദുൽ ഫിത്ര, ശുദ്ധരായിട്ടാണ് മുസ്ലിങ്ങളായിട്ടാണ് ലോകത്തുള്ള എല്ലാവരും ജനിക്കുന്നത്. അവരെ മാതാപിതാക്കളാണ് അവരെ ക്രിസ്ത്യനോ മജൂസിയോ മറ്റ് ഇതിലൊക്കെ ആക്കുന്നത്. അതുകൊണ്ട് ഇസ്ലാമിലേക്ക് വരുന്ന ഒരാള്, പുറത്തൊരാള് ഈ ഷാത്തികരിമ ചെല്ലിട്ടാണ് വരുന്നത്. നമ്മൾ ഷാത്തിയിൽ നമ്മൾ ജീവിക്കുന്ന സാക്ഷിയാണ്. അതെ, ഓരോ രംഗത്തും നമ്മൾ ശ്രദ്ധിക്കണം. ഓരോ രംഗത്തും, പ്രത്യേകിച്ച് നമ്മുടെ ഇവിടെ ഒരു പ്രത്യേകമായ ഒരു സംവിധാനം, ഒരു മീറ്റിംഗ് വിളിച്ച് ജാതി മത ഭേദമന്യേ പള്ളി കമ്മിറ്റിയും അമ്പല കമ്മിറ്റിയും അങ്ങനത്തെ ആൾക്കാരെ ഒരു മീറ്റിംഗ് പ്രത്യേകമായിട്ട് വിളിച്ചു ചേർക്കുകയുണ്ടായി. ഇപ്പൊ നമ്മുടെ കമ്മിറ്റി കഴിഞ്ഞ് പോയി. അപ്പൊ അവരും പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. അമ്പലത്തിലെ പരിപാടിയാണെങ്കിലും പള്ളിയിലാണെങ്കിലും നമ്മൾ ഈ ഡിസ്പോസിബിൾ ഗ്ലാസ് പോലത്തെ മറ്റു പലതും നമ്മൾ വേസ്റ്റുകളൊക്കെ കൃത്യമായി അതിനെ പരിപാലിക്കണം. അത് നമ്മൾ മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, നമ്മളൊരാൾക്കൊരു ഉപദ്രവം ഉണ്ടാക്കുന്ന, ഒരു മണം വരുത്തുന്ന, ഒരു വൃത്തികെട്ട സ്മെല്ലുണ്ടാകുന്ന അങ്ങനത്തൊരവസ്ഥ നമ്മളടുത്ത് വരാൻ പാടില്ല. വഴിയിൽ ഒരു മുള്ളു കണ്ടാൽ, ഒരു മട്ടൽ കണ്ടാൽ, ഒരു ഓലമണൽ കണ്ടാൽ വഴിയിൽ നിന്ന് മാർഗദർശനം നീക്കുമ്പോഴാണ് ശാസ്ത്രീയ ചൊല്ലിയ ആളാവും. അതെ, ജീവിക്കുന്ന സാക്ഷിയാവും. അതുകൊണ്ട് നമ്മൾ മാതൃകയാകണം. എല്ലാ നിലക്കും നമ്മളെ പരിസരം, പള്ളിയുടെ പരിസരമായാലും നമ്മളെ വീടിന്റെ പരിസരമായാലും ആവശ്യമില്ലാത്ത ഒഴിവാക്കുന്ന, പലതും പുല്ലും ചപ്പും നിറഞ്ഞ് പ്രയാസമുണ്ടാക്കുന്ന, നമ്മുടെ ആരോഗ്യത്തിന് ബാധിക്കുന്ന, മക്കൾ ആരോഗ്യത്തിന് പ്രയാസം ഉണ്ടാക്കുന്ന അങ്ങനത്തെ ഒന്നുമില്ലാതിരിക്കാൻ നമ്മളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അവിടെയൊക്കെ നമ്മൾ മാതൃകയാകേണ്ടതുണ്ട്. ഒരു മുസ്ലിം അങ്ങനത്തെ ഒരു മാതൃക. സ്പെയിനില് മുമ്പ് കാലത്ത് ഒരു മുസൽമാന്റെ, അതായത് ഒരു ജൂതന്റെ സ്ഥലം വിൽപ്പനക്ക് വെച്ചു. ആ വിൽപ്പനക്ക് വെച്ച ആ സ്ഥലത്തിന് അതിന്റെ തൊട്ടടുത്ത് ഒരു മുസ്ലിം വന്ന് പാർപ്പിടം ആരംഭിച്ചു എന്ന വിവരം, ആ പാർപ്പിടം ആരംഭിക്കുന്നതിന്റെ വിവരം കിട്ടിയപ്പോഴേക്ക് ഈ വിൽക്കാൻ വെച്ച ഈ സ്വത്തിന്, ഈ പറമ്പിന് 6 ഇരട്ടി വില കൂട്ടി പറഞ്ഞു. 6 ഇരട്ടി വില. അതെ, എന്താ കാരണം? റോഡും പാലും ആശുപത്രിയും ഒക്കെ വന്നാൽ ലഭിക്കുന്നേക്കാൾ വലിയ വില. അപ്പോ ഈ ജൂതനോട് ചോദിച്ചു, എന്തെങ്ങനെ വില കൂട്ടിയത്? ഞാൻ വിൽക്കാൻ വെച്ച സ്ഥലത്ത് ഒരു മുസൽമാൻ വന്ന് പാർപ്പിടം ആരംഭിക്കുന്നുണ്ട്. അതാണ് ഒരു മുസ്ലിം. എല്ലാവർക്കും ഉപകാരദായകമാണ്. അതെ, ഇന്ന് പലരും ഈ ലഹരിയും കൊലപാതകവും പ്രശ്നങ്ങളായി